പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓഗസ്റ്റ് 17 ഞായർ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ സത്യവുകട്ടെ. ഇന്നത്തെ നിങ്ങളുടെ യാത്രാമേൽ കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വാക്ക്, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സംസാരങ്ങൾ, ഇടപാടുകൾ, ഇടപഴകലുകൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി പോകുന്നവരെ,
നമുക്ക് ലഭിക്കാനുള്ള പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ, മറ്റുള്ള കൈകളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള നമ്മുടെ അധ്വാന ഫലങ്ങൾ, അതായത് മക്കളില്ലാത്തവർ, മക്കൾ രോഗികളായി കിടക്കുന്നവർ, അവരെല്ലാം ഈ സമയത്ത് അവരുടെ വിടുതലിന് വേണ്ടിയും സമാശ്വാസത്തിന് വേണ്ടിയും ദൈവിക ഇടപെടൽ അവരുടെ ജീവിത മണ്ഡലം ഉണ്ടാകുന്നതിന് വേണ്ടിയും 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധശക്തിയെ നിങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ നാമം ശുഭകരമാകട്ടെ. നിങ്ങൾ പോയി ജോഷുവയോടും മോസസിനോടും പറഞ്ഞ ദൈവം, വിശേഷത്തിൻ്റെ അവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവം, ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവം, ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ വിടുന്നു എന്നതിനേക്കാളുപരി ഞാൻ തന്നെ നിൻ്റെ കൂടെ വരികയും നിനക്ക് മുമ്പേ പോവുകയും ചെയ്യും. കർത്താവിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും സന്ധിപ്പായി അനുഭവിക്കാൻ അങ്ങേ സ്വന്തം മക്കൾക്ക് കഴിയണമേ. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വീശ്വരെ നയിക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആധ്യാത്മിക ജീവിതവും ദൈവ വളർച്ചയും, ദൈവ വളർച്ച എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വളർച്ചയല്ല, നമ്മളിലുള്ള ദൈവത്തിൻ്റെ വളർച്ച. ദൈവത്തെക്കുറിച്ച് അറിയുകയും അറിയുന്നതനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, അവിടെ അവലംബം വെക്കും, ആശ്രയിക്കും. അതനുസരിച്ച് നമുക്ക് ഒരു ഔട്ട്കം കിട്ടും, റിസൾട്ട് കിട്ടും, ഒരു ബലം കിട്ടും നമുക്ക്. അങ്ങനെയാണ് നമ്മൾ ദൈവത്തിൽ വളരുന്നത്. ദൈവവിശ്വാസം കൃപാസനത്തിൻ്റെ ഒരു അപ്രോച്ച് രീതി അതാണ്. അതായത് നമ്മൾ ഒരു ഫോർമുല അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ തനത് ഫലങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ദൈവാനുഭവത്തിൽ നിന്നാണ് നമ്മുടെ ഉടമ്പടിയുടെ പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ ഉള്ളതായിട്ട് ആൾക്കാരെ സാക്ഷ്യപ്പെടുത്തുന്നത്. സൊല്യൂഷൻ വെച്ചാൽ പരിഹാരം ഉള്ളതായിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് റോമ 4:20 ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒന്ന് പറഞ്ഞ ഏറ്റവും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. ഇപ്പം വിശ്വാസത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അവർ കേവലമായിട്ട് ഒരിക്കലും നിൽക്കത്തില്ല. വിശ്വാസം ഇങ്ങനെ എംപവർ ചെയ്തുകൊണ്ടിരിക്കുക, ശക്തി പ്രാപിക്കുക. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് ഈ ക്രോണോളജിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച്. ക്രോണോളജിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എത്ര വയസ്സുണ്ട്, ഇപ്പോൾ എനിക്ക് 65 വയസ്സായി. അപ്പോൾ ഈ 65 വയസ്സിൻ്റെ വിശ്വാസമാണ് ഇത് ലെവൽ ചെയ്ത് വേണ്ടത്. പക്ഷേ ജീവിതമായത് കാരണം നമുക്ക് 65 വയസ്സുകാരന് 70 വയസ്സിൻ്റെ വിശ്വാസമെങ്കിലും, വിശ്വാസം എന്ന് പറഞ്ഞ കുതിര ജീവിതമാകുന്ന വണ്ടിയുടെ മുമ്പിലുണ്ടാകണം. വിശ്വാസമല്ലേ നമ്മൾ വലിച്ചുകൊണ്ട് പോണത്. അപ്പോൾ വണ്ടിയുടെ പുറകിലാണ് കുതിരയെങ്കിൽ എന്തു ചെയ്യും? കുതിരക്കും ഗുണമില്ല, വണ്ടിക്കും ഗുണമില്ല. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ക്രോണോളജിക്കൽ ഇയറിനെ കവർ ചെയ്ത് കയറി നിൽക്കണം വിശ്വാസ വർഷം എന്ന് പറയുന്നത്. ഫെയ്ത്ത് ഇയർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഫെയ്ത്ത് ഇയർ എപ്പോഴും ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജിംനേഷ്യത്തിൽ നമ്മൾ വർക്കൗട്ട് എന്നാണ് പറയണത്. ആധ്യാത്മിക ജീവിതത്തിലും ഈ വർക്കൗട്ടുണ്ട്. വർക്കൗട്ട് ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു വർക്കൗട്ട് പറഞ്ഞില്ലേ നിങ്ങളോട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ ഞാൻ എല്ലാ ജനങ്ങളുടെ മുമ്പിൽ ഉന്നതനാക്കും എന്ന് പറയുന്ന ദൈവം ഉടനെ ചെയ്യണേ എന്താ? വെള്ളപ്പൊക്കത്തിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തുകയാണ് ജോഷുവാനെ, ഇല്ലേ? എന്നിട്ട് അത് സോൾവ് ചെയ്യാൻ പറയും. വെള്ളപ്പൊക്കത്തിലൂടെ ഗത്രു ചെയ്യാൻ പറയും. അപ്പോൾ ഗത്രു ചെയ്യാൻ പറയുമ്പോൾ വെള്ളപ്പൊക്കം കണ്ടാൽ ഭീരുവായി പിന്തിരിഞ്ഞോടാതിരിക്കാൻ പറയും. ശക്തനായിരിക്കണം, ധീരനായിരിക്കണം എന്ന് പറയും. അപ്പോൾ അങ്ങനെ ശക്തനും ധീരനുമായിരിക്കുക. അതിനർത്ഥം വെള്ളപ്പൊക്കം മുമ്പിൽ കണ്ടുകൊണ്ടാണ്, ജോർദാൻ നദി കരകവിഞ്ഞ് കൊയ്ത്തുകാലത്ത് ഒഴുകുന്നത് കണ്ടുകൊണ്ടാണ് ശക്തനും ധീരനുമായിരിക്കണം, അല്ലെങ്കിൽ നീ പകച്ചു പോകുമെന്ന് പറയണം. അപ്പോൾ ഓരോ രോഗങ്ങളും കടങ്ങളും ഉറ്റവരുടെ വേർപാടും മരണവും ഒക്കെ സംഭവിക്കും. നമുക്ക് മുമ്പിൽ എന്തും സംഭവിക്കാം. ജീവിതം അതിൻ്റെ സ്വഭാവ ചേഷ്ടകളുമായിട്ട് മുന്നോട്ട് പോകും. നമ്മൾ പിന്തിരിഞ്ഞ് ഓടാതിരിക്കാനാണ്
ശക്തനും ധീരനുമായിരിക്കുക. എന്താണ് കാരണം? നിന്നെ ഇതുവരെ നയിച്ച ദൈവം നിൻ്റെ മുമ്പേ പോകുന്നുണ്ടെന്ന്. വെള്ളപ്പൊക്കം അല്ല മുമ്പിൽ, ദൈവമാണെന്ന് ഓർക്കണം. നമ്മൾ പക്ഷെ കാണുന്ന വെള്ളപ്പൊക്കത്തെ ആയിരിക്കും. ഈ വെള്ളപ്പൊക്കത്തിൽ നമുക്ക് ഇടയ്ക്ക് കാണാത്ത ദൈവത്തെ കാണുന്നതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. അത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഓരോ ദിവസവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കണം. ആ വചനം ഒന്നൊരു വായിച്ച്. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അപ്പം ഈ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും. അപ്പം അവിടെ നമുക്ക് ചെയ്യാനുള്ളത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യാനുള്ളത്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.